നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിലാകുന്ന ഭാഷ പറയുന്ന നാഗവല്ലി. നമ്മുടെ അരങ്ങേറ്റം കുറിക്കുകയും കാവേരി വരാതിരിക്കുകയും ചെയ്ത നമ്മൾ വിജയിച്ചു. കാവേരി ഭയന്നിട്ട് പിന്മാറിയതാണെന്ന് നമ്മൾ സ്ഥാപിക്കും. നഷ്ടപരിഹാരമൊന്നും വേണ്ട. കരാറിൽ പറഞ്ഞ തുക 1500 കോടി അവരെഴുതി തന്നേ പറ്റൂ. അവളെ കൊന്നിട്ടാണെങ്കിലും നമ്മളത് പിടിച്ചു വാങ്ങിക്കും. അവസരം മുതലാക്കുന്നവന് ബുദ്ധിമാൻ. അവനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ. എന്താ സർ, സാറിന് ജീവിക്കണ്ടേ? പിന്നെ ജീവിക്കണ്ടേ? എന്നാ എന്തിനും തയ്യാറായി കച്ച മുറുക്കിക്കോ. കൂടെ ഞാനുണ്ട്. അവള് പറഞ്ഞതുപോലെ നിനക്ക് മനസ്സിലായോ? മനസ്സിലാവാതിരിക്കാൻ അവള് മലയാളമല്ലേ പറഞ്ഞത്. കേട്ടാ, ആരെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അണിയറയെ ജയിക്കണമെന്ന്. ഏട്ടത്തിയെ കൊന്നിട്ടാണെങ്കിലും ആ സ്വത്ത് ഏട്ടൻ സ്വന്തമാക്കണമെന്ന്. ഇപ്പൊ മനസ്സിലായ? എവിടെയാ? എവിടെയാണ് മേഡം? പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തു. ആളിപ്പോ കോൺഷ്യസാ. പിന്നെ ആകെയുള്ളൊരു കോംപ്ലിക്കേഷൻ ഉള്ളത് കുത്തുകൊണ്ടത് ഫ്ലഷിലായതുകൊണ്ട് പൂർണ്ണമായൊരു സ്റ്റിച്ചിങ് ബുദ്ധിമുട്ടാണ്. നാച്ചുറൽ ഹീലിംഗ് തന്നെ വേണ്ടിവരും. ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഡോക്ടർ? ഒരു 2 മിനിറ്റ്. ഷുവർ. ബട്ട് മാഡം, പ്രഷറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും പാടില്ല. ക്രിട്ടിക്കൽ കണ്ടീഷൻ ഓവർകം ചെയ്തെങ്കിലും ഷീ ഈസ് വെരി ടയർഡ്. യെസ്, ഐ വിൽ മാനേജ്. ഓക്കെ മാഡം. ഡോക്ടർ, ഡോക്ടർ, ഞങ്ങള് ജനനിയുടെ സിസ്റ്റേഴ്സാ. അവർക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇന്റേണൽ ഇഞ്ചുറി വളരെ കുറവാണ്. ഞങ്ങളൊന്നേരെ കണ്ടോട്ടെ ഡോക്ടർ? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അകത്ത് എസ് പി വേണം സംസാരിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒരാൾ കയറി കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ. ജനനി, മാഡം, ഒരുപാട് ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയണം. എന്താ സംഭവിച്ചത്? ആരാ ഇത് ചെയ്തത്?
ഞാൻ അത് പിന്നെ അപ്പൊ കുത്തിയത് ആ ഓട്ടോ ഡ്രൈവറാണല്ലേ? ഡോണ്ട് വറി, ഞാനുണ്ട് കൂടെ. ടേക്ക് റെസ്റ്റ്. മാഡം, നിങ്ങളെങ്ങനെ വിവരം അറിഞ്ഞത്? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പേടിക്കണ്ട, ജന്നിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ സംസാരിച്ചിട്ടാ വന്നത്. ഈ കേസിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ശത്രുവാരാ മിത്രമാരാന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിലാ മാഡം ഞങ്ങളിപ്പോ. ഇതിനു പിന്നിൽ മാണിക്യമംഗലത്ത് വിശ്വനാഥനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ, ഉണ്ടാവും മാഡം. കാണാം. ശരി. ചേച്ചി, മോളെ, ജനനി, ചേച്ചി, മോളെ, നന്ദി ചേച്ചി മൈഥിലി ചേച്ചി എവിടെ? അവര് പുറത്തുണ്ട്. ചേച്ചി, ഇപ്പൊ ഒന്നും പറയണ്ട. മോള് സമാധാനത്തോടെ കിടന്നു. ഞങ്ങള് പുറത്തുണ്ട്. എന്താ അതിന്റെ പേര്? രമേശൻ. ഇനി മാറ്റി പറയില്ലല്ലോ അല്ലേ? ഒരുപാട് ചോദ്യം ഉത്തരവൊന്നുമില്ല. ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. താൻ എന്തിനാ ഇത് ചെയ്തത്? ചോദിച്ചത് മനസ്സിലായില്ലേ? താൻ എന്തിനാ അഡ്വക്കേറ്റ് ജനനിയെ കൊല്ലാൻ നോക്കിയതെന്ന്? ഞാനല്ല മാഡം, എനിക്കൊന്നും അറിയില്ല. ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കിയതാ. ഞാനാണത് ചെയ്തതെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ വെടിയേക്കോ? എന്നിട്ട് വക്കീല് പറഞ്ഞത് അവരെ കുത്തിയത് താനാണെന്നാണല്ലോ. അയ്യോ, ഞാനല്ല മാഡം. ആ ബഹളത്തിനിടയ്ക്ക് അവർക്ക് ആള് മാറിപ്പോയതാ. ഞാനാണ് കുത്തിയതെങ്കിൽ പിന്നെ എന്നെ ആരാ വെടിവെച്ചത്? ചോദ്യം ന്യായവാ. പക്ഷെ രമേശാ, താൻ രമേശനാണെങ്കി പിന്നെ ഇതാരാ? ജലീൽ, രാമകൃഷ്ണൻ, സേവ്യർ. ഇതിൽ ശരിക്കും താനാരാ? ഓട്ടോ ഡ്രൈവറുടെ വേഷം കെട്ടിയാ തന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ?
കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായിട്ട് തന്റെ പേരില് 25 കേസിലധികം ചാർജ് ചെയ്തിട്ടില്ലേ? മാനാഞ്ചിറ സ്ത്രീപീഡന കേസില് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയല്ലേ താൻ? നേര് പറ, താൻ ആർക്കു വേണ്ടി ഈ കൃത്യം ചെയ്തത്? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും മാഡം വിശ്വസിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യ. എന്ത് സത്യം? താനല്ലേ വക്കീലിനെ കുത്തിയത്? കുത്തിയത് ഞാനാ. പിന്നെ പക്ഷെ അത് ആർക്കു വേണ്ടിയാണെന്ന് എനിക്ക് അറിയില്ല മാഡം. താനെന്താ ആളെ കളിയാക്കുവാണോ? അല്ല മാഡം,